IQ-Z10R. ഇപ്പോൾ നിങ്ങൾ 20,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് ഫോൺ എന്ന് കേൾക്കുന്ന ഒരു ഫോണായിരിക്കും ഇത്. എന്നാൽ നമുക്ക് ഇതിന്റെ കുറച്ച് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നോക്കിയാലോ. മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശം കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ഈ പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മോശം കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഇതിന്റെ നല്ല കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളത് ഡിസ്പ്ലേ ആണ്. ഇതിൽ വരുന്നത് കർവ്ഡ് 6.77 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. കർവ്ഡ് ഡിസ്പ്ലേ എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഇഷ്ടമുള്ളവരുണ്ട്. അതിന്റെ കുറച്ച് മോശം കാര്യങ്ങൾ ലാസ്റ്റ് പറയാം. പിന്നെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് ആണ്. Dimensity 7400 എന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഗെയിമിങ്ങിനും നോർമൽ യൂസേജിനും ഇത് അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്. പിന്നെ ബാറ്ററി ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്രയും നല്ല ബാറ്ററി ഒന്നും അല്ലെങ്കിലും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററിയാണ്. 5700 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത് വിത്ത് 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി അടിപൊളിയാണ്. IP68 IP69 ആണ് ഇതിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ഡ്യൂറബിലിറ്റി വരുന്നത്. പിന്നെ ഇതിന് ആന്റി ഫോൾ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് വരുന്നത്. രണ്ടിലും 4K വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇതിന് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ FunTouch OS 15 ആണ് വരുന്നത്, ബേസ്ഡ് ഓൺ Android 15. പിന്നെ ഇതിന്റെ കുറച്ച് മോശം കാര്യങ്ങൾ നോക്കാം. ഈ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും അൾട്രാ വൈഡ് കൊടുക്കാറുണ്ട്, എന്നാൽ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. സെൽഫി ക്യാമറയിൽ ചിലപ്പോൾ ലോ ലൈറ്റിൽ ബാഡ് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേക്ക് കുറെ മോശം കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ കോസ്റ്റ് ആണ്. കർവ്ഡ് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ വരും. പിന്നെ ഇതിന്റെ സ്ക്രീൻ കാർഡ് എല്ലായിടത്തും കിട്ടണമെന്നില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനും മറ്റേ സ്ക്രീൻ കാർഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതലാണ്. പിന്നെ ഇതിൽ ഗെയിം കളിക്കുമ്പോൾ ആക്സിഡൻഷ്യൽ ടച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പനി അത് ഇത്ര മാറ്റിയെന്ന് പറഞ്ഞാലും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ കളിക്കുന്നത്ര സുഖം കർവ്ഡ് ഡിസ്പ്ലേ കിട്ടില്ല. പിന്നെ ചാർജിങ് സ്പീഡാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിലും ഫാസ്റ്റ് ചാർജറുകൾ വരുന്ന ഫോണുകളുണ്ട്, എന്നാൽ ഇതും അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം ഫാസ്റ്റ് ആണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ IQ-Z10R ഒരു നല്ല ഫോണാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. കൂടുതൽ ഇൻഫോർമേഷൻസിനായി സബ്സ്ക്രൈബ്.